വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. നമ്മളിന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഭാഗം പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമുക്കറിയാം നമ്മുടെ ഒരു ഓർഗാനിസം എങ്ങനെയാണ് രൂപപ്പെടേണ്ടത് എന്ന് പറയുന്ന കാര്യം തീരുമാനിക്കുന്നത് ആ ഓർഗാനിസത്തിൻ്റെ DNA ആണ് അല്ലേ. ഈ DNA-യുടെ ഒരു ചെറിയ ഭാഗം അതൊരു പ്രത്യേക കാര്യത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളതിനെ എന്തെന്ന് വിളിക്കും? നമ്മളതിനെ ജീൻ എന്ന് വിളിക്കും. ഈ DNA എന്ന് പറയുന്നത് ഒരു ലോങ് ചെയിനായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ലോങ് ചെയിൻ എന്ന് പറയുന്നത് ചുരുണ്ടുകൂടി ഒരു ചെറിയ ഭാഗമായിട്ടിരിക്കുമ്പോൾ നമ്മളതിനെ എന്ത് വിളിക്കും? ക്രോമസോം എന്ന് വിളിക്കും അല്ലേ. ഈ നീണ്ടു കിടക്കുന്ന DNA എന്ത് പറ്റുന്നു? ഒരു പ്രോട്ടീൻ ഒക്ടാമറിന് ചുറ്റും എന്ത് ചെയ്യും? ഹിസ്റ്റോൺ പ്രോട്ടീൻ ഒക്ടാമറിന് ചുറ്റും എന്ത് ഇങ്ങനെ ചുറ്റി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് വീണ്ടും ചുരുണ്ട് ക്രൊമാറ്റിനായിട്ട് മാറുന്നു. ക്രൊമാറ്റിൻ സെൻട്രോസോം വഴി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്രോമസോമായിട്ട് മാറുന്നു. ഈ ക്രോമസോം എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ എന്തിനകത്താണ് കാണുന്നത്? ന്യൂക്ലിയസിനകത്താണ് കാണുന്നത്. നമുക്കതറിയാം. ഇനി ഒരു DNA നമ്മൾ എടുത്തു കഴിഞ്ഞാൽ DNA-ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചതാണ്. ഒരു DNA-ക്കകത്ത് എന്തൊക്കെയുണ്ട്? ഈ പറയുന്ന ഷുഗർ, ഫോസ്ഫേറ്റ്, ഈ ഫോസ്ഫേറ്റിൻ്റെ ഷുഗറിൻ്റെയൊക്കെ ഉപയോഗം എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പഠിച്ചു നമ്മുടെ ക്രോമസോമുകൾ ഹ്യൂമൻ ബോഡിയിൽ എടുത്തു കഴിഞ്ഞാൽ 23 പേർ അല്ലെങ്കിൽ 46 എണ്ണം ഉണ്ട്. അതിന് നമുക്ക് സൊമാറ്റിക് ക്രോമസോം എന്നും സെക്സ് ക്രോമസോം എന്നും തിരിക്കാൻ പറ്റും. അതിൽ സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത് 22 പേരുണ്ട്. അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ശരീരത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നിനെയും കൺട്രോൾ ചെയ്യുന്നതെന്നറിയാം. സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് XYയോ XXോ ആയിട്ട് കാണപ്പെടുന്നു. ഇതാണ് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നു എന്നൊക്കെ ഉള്ള പോയിന്റുകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ ജീൻസിനെ പറ്റി പഠിച്ചല്ലോ. ജീൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സീക്വൻസ് ആണ്. അതിൽ RNA-യുടെ റോൾ എന്താണ് അല്ലെ, RNA എത്ര ടൈപ്പ് ഉണ്ട്, എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ മെസ്സഞ്ചർ RNA വന്നിട്ട് DNA എന്നുള്ള കോഡിനെ കോപ്പി ചെയ്യുന്നു, ജീനിനെ കോപ്പി ചെയ്യുന്നു, ആ കോഡിനെ പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിന് മെസ്സഞ്ചർ RNA എന്ന് വിളിക്കുന്നു. അത് റൈബോസോമിൽ എത്തിക്കുന്നു. അവിടെ വെച്ചാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അവിടെ വെച്ച് എന്ത് ചെയ്യും? നമ്മുടെ ട്രാൻസ്ഫർ RNA ആവശ്യത്തിനുള്ള അമിനോ ആസിഡുകളെ സീക്വൻസായി കൊണ്ടുവരുന്നു. അങ്ങനെ 3 കോഡ് റീഡ് ചെയ്ത് അതനുസരിച്ചുള്ള പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഈ പ്രോട്ടീന് മറ്റ് കെമിക്കൽസും ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകുന്നത്? സെല്ലുകൾ രൂപപ്പെടുന്നത്. ഈ സെല്ലാണ് ടിഷ്യൂ ആകുന്നതും ഓർഗാനിസം ആകുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇത് വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ വേണം, അതില്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അല്ല, ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്നും ട്രാൻസ്ലേഷൻ എന്താണെന്നും ഉള്ള കാര്യങ്ങളും വരെ നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം പഠിക്കാനായിട്ട് പോവുകയാണ്. അതാണ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിന്ന് തരാൻ പോകുന്നത്. വളരെ 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 കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അടിസ്ഥാനപ്പെടുത്തി പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് എക്സാമ്പിളൊക്കെ എടുത്തിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഏറ്റവും മിനിമമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ മിനിമമായി നമ്മളിന്ന് നോക്കി പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് ഹെറിഡിറ്റി എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണം തന്നെ എടുക്കുന്നു. ഈ സിംഹം അതിൻ്റെ കുട്ടികളെയും കണ്ടു കഴിഞ്ഞാൽ ഇത് സിംഹത്തിൻ്റെ കുട്ടിയാണ് അല്ലെങ്കിൽ ഈ സിംഹത്തിൻ്റെ കുട്ടിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എന്താണ് കാണാനായിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ കാര്യം അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മുടെ കുറേ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. ഹെയറിൻ്റെ നിറം, അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ നിറം, ഹെയറിൻ്റെ രീതി, നീള മുടിയാണോ അല്ലെങ്കിൽ ചുരുണ്ട മുടിയാണോ, അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ ഹെയർ ലൈൻ കയറി പോകുന്നു അല്ലേ, നമ്മൾ കഷണ്ടി എന്നൊക്കെ പറയും. ഇതുണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ, അച്ഛനുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും അതുപോലെ വരുമെന്നൊക്കെ പറയും. സിമിലർലി നമ്മളെന്ന് പറയേണ്ട ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് എപ്പോഴും അതിൻ്റെ പാരൻസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. പാരൻസിനുള്ള കുറേ ഗുണങ്ങൾ അതേപടി ആർക്ക് കിട്ടും? ഓഫ് സ്പ്രിങ്സ് അഥവാ കുട്ടിയൊക്കെ കിട്ടും. ഇതിനെയാണ് നമ്മൾ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി. പാരൻസിനുള്ള അതേ ഗുണങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നു. പാരൻസിനുള്ള അതേ ഗുണങ്ങൾ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ആ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതടാ? ഹെറിഡിറ്റി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പൂച്ച, ഒരു പൂച്ചയുടെ കുട്ടികൾ ഈ പറയുന്നതാണ് തള്ളപ്പൂച്ച. പക്ഷേ ഈ കുട്ടികൾ ഓരോന്നും കാണാൻ ഓരോ രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ. ഈ തള്ളപ്പൂച്ചയെ പോലെയാണോ ഇരിക്കുന്നത്? അല്ല. ഇവിടുത്തെ ഈ പറയുന്ന പട്ടി, അതിൻ്റെ കുട്ടികൾ 2-3 കറുത്ത കുട്ടികളുണ്ട്, ഒരെണ്ണം എന്താണ് ബ്രൗൺ ചെവിയുള്ള അമ്മയുടെ അതുപോലത്തെ ചെവിയുള്ള കുട്ടികളുണ്ട്, ബാക്കി 3 കറുത്ത ചെവിയാണ്. അപ്പോൾ പാരൻസിൻ്റെ കുറേ ഗുണങ്ങൾ അതുപോലെ കിട്ടാതെ വേറെ ഗുണങ്ങൾ വരും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ് സ്പ്രിങ്സിന് പാരൻസിൻ്റെ അതുപോലെ അല്ലാത്ത മറ്റ് ക്യാരക്ടേഴ്സ് വന്നാൽ അത് നമ്മൾ എന്ത് വിളിക്കും? വേരിയേഷൻ എന്ന് വിളിക്കും. ഇനി ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ
ഹെറിഡിറ്റി എങ്ങനെ ഉണ്ടാകുന്നു, വേരിയേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 പോയിന്റുകൾ നിങ്ങൾക്ക് വ്യക്തം. ഹെറിഡിറ്റി എന്താണ്, വേരിയേഷൻ എന്താണ്. ഹെറിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹെറിഡിറ്റി റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഹെറിഡിറ്റി എന്ന് വിളിക്കുമ്പോൾ, വേരിയേഷൻ ആർ ദ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഓഫ് സ്പ്രിങ്സ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരൻസ്. പാരൻസിൽ നിന്നും വ്യത്യസ്തമായി വരുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? വേരിയേഷൻ എന്ന് വിളിക്കും. ഹെറിഡിറ്റി ആയാലും വേരിയേഷൻ ആയാലും രണ്ടും ഉണ്ടാകുന്ന എന്ത് കാരണമാണ്? ജീന് കാരണമാണ്. നമ്മളിപ്പോൾ ഞാൻ തൊട്ട് മുമ്പ്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ച കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മുടെ ഒരു DNA എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ക്രോമസോം എന്ന് പറയുമ്പോൾ, അതിൽ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നത് അച്ഛൻ്റെ അടുത്ത് നിന്നും ഒരു ഭാഗം കിട്ടുന്നത് അമ്മയുടെ അടുത്ത് നിന്നും ആണ്, അല്ലേ? അപ്പോൾ അല്ലേ അതൊരു പെയറായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോൾ പകുതി നമുക്ക് അച്ഛൻ്റെ ഗുണങ്ങൾ കിട്ടാനും പകുതി നമുക്ക് അമ്മയുടെ ഗുണങ്ങൾ കിട്ടാനും സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഗുണം ഡയറക്റ്റായിട്ട് അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹെറിഡിറ്റി എന്ന് വിളിക്കും. എന്നാൽ ഇവർ രണ്ടുപേരുടെയും സ്വഭാവമൊക്കെ ചേർന്ന് വേറെ ഏതെങ്കിലും ഗുണങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇവർ എക്സ്പ്രസ് ചെയ്യുന്ന അതുപോലെ അല്ലാത്ത ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കുട്ടികളിൽ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും 2 മക്കളുണ്ടാവും. ഒരാൾ ചേട്ടനായിരിക്കും, ഒരാൾ അനിയനായിരിക്കും. ഈ ചേട്ടനും അനിയനും കറക്റ്റ് എക്സാക്ട്ലി ഇവർ രണ്ടുപേരും സിമിലർ ആണോ? അല്ല. ചിലപ്പോൾ ഒരാൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും, മറ്റൊരാൾക്ക് എന്തായിരിക്കും? ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കുറവും കൂടുതലും എന്തിൻ്റെ എക്സാമ്പിളാണ്? വേരിയേഷൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ രണ്ടുപേരുടെയും തലമുടി കാണാൻ ഏതാണ്ട് ഒരേ രീതിയാണ്. അതെന്താണ്? ഹെറിഡിറ്റിയാണ്. വ്യത്യാസം മനസ്സിലായോ? ഹെറിഡിറ്റിയും വേരിയേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഹെറിഡിറ്റിയും വേരിയേഷനെയും പറ്റിയിട്ടും ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയിട്ടുമൊക്കെ വളരെ വളരെ പണ്ട് പഠിച്ച ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗ്രിഗർ ജോൺ മെൻഡൽ. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുറേ പേർക്ക് എന്താകും? ചെറിയ രീതിയിൽ മെൻ്റലാവുന്ന പോലെ തോന്നും. അദ്ദേഹത്തിൻ്റെ പേര് ഗ്രിഗർ ജോൺ മെൻഡൽ. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. അദ്ദേഹത്തിന് നമ്മൾ എന്താണെന്ന് അറിയപ്പെടുന്നത്? ജെനറ്റിക്സിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജെനറ്റിക്സും പിതാവിനെയൊക്കെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് നമുക്ക് സെറ്റാക്കി വെക്കാം. 2 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഹെറിഡിറ്റി എന്താണ്, വേരിയേഷൻ എന്താണ്? ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ഓഫ് സ്പ്രിങ്സ്. പാരൻസിൽ നിന്നും കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗുണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി, അതിൻ്റെ ചുരുള മുടി എന്ന് പറയുന്നത് അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടി. അതിൻ്റെ ബ്രൗൺ കണ്ണെന്ന് പറയുന്നത് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടി. ഇത് രണ്ടും അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കുട്ടിക്ക് കിട്ടിയതാണ്. അതെന്തിൻ്റെ എക്സാമ്പിളാണ്? ഹെറിഡിറ്റിയുടെ എക്സാമ്പിളാണ്. അതെങ്ങനെയാണ് കിട്ടിയത്? ജീനുകളിലൂടെയാണ് കിട്ടിയത്. എന്തുവഴിയാണ് കിട്ടിയത്? ജീനുകളിലൂടെയാണ് കിട്ടിയത്. എന്നാൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഓഫ് സ്പ്രിങ്സ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരൻസ്, അല്ലേ? പാരൻസിൻ്റെ കയ്യിൽ നിന്നും വ്യത്യസ്തമായിട്ട് കിട്ടുന്നത്. ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ഒരാൾക്ക് നീളം മുടിയുള്ള കുട്ടിയാകാം, ഒരാൾ എന്തായിരിക്കും? ഒരു ചേട്ടന് നീളം മുടിയായിരിക്കാം, അനിയന് ചുരുളം മുടിയായിരിക്കാം. ഹൈറ്റിലുണ്ടാകുന്ന വ്യത്യാസം, ഫേഷ്യൽ ഫീച്ചറുകൾ ഉണ്ടാകുന്ന വ്യത്യാസം ഒക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? വേരിയേഷനായിട്ട് കണക്കാക്കാം. പക്ഷേ രണ്ടിനും റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് അവരുടെ ജീൻസാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അല്ലേ? ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരു സാധനം മാനുഫാക്ചർ ചെയ്യണം. അങ്ങനെ വിചാരിച്ചു ഒരു കമ്പനിയിൽ ഒരു സാധനം ഉണ്ടാക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് എഴുതി വെച്ചേക്കുന്ന ആ മാനുവലിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? DNA ആണ് എന്ത് ചെയ്യുന്നത്? DNA ആണ് ആ പറയുന്ന എൻ്റെ ഒരു ഭാഗമാണെന്തെന്ന് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഹെറിഡിറ്റി വേരിയേഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മെൻ്റൽ അണ്ണൻ്റെ ജെനറ്റിക്സിലോട്ട് കടക്കാം. ജെനറ്റിക്സ് എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ശാസ്ത്രത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അത് എന്തിനെ പറ്റി പഠിക്കുന്നു? ജീൻസിനെ പറ്റി പഠിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ഹെറിഡിറ്റിയെ പറ്റി പഠിക്കുന്നു, വേരിയേഷനെ പറ്റി പഠിക്കുന്നു. അപ്പോൾ ഹെറിഡിറ്റിയെ പറ്റിയിട്ടും വേരിയേഷനെ പറ്റിയിട്ടും ഇത് രണ്ടിനും കാരണമാകുന്ന ജീനുകളെ പറ്റിയിട്ടും പഠിക്കുന്ന ശാസ്ത്ര മേഖല അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജെനറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ടാകാൻ തന്നെ കാരണക്കാരനായ വ്യക്തിയാണ് ഗ്രിഗർ ജോൺ മെൻഡൽ. അദ്ദേഹത്തിൻ്റെ ഗാർഡനിലുള്ള പീ പ്ലാന്റ് അഥവാ പൈസം സാറ്റിവം എന്ന് പറയുന്ന പീ പ്ലാന്റിൽ നടത്തിയ പരീക്ഷണങ്ങൾ, അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞ സമയത്ത് ആരും വില കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷം മറ്റു കുറേ സയൻറ്റിസ്റ്റുകൾ അതിനെപ്പറ്റി പഠിച്ച് എന്ത് ചെയ്തു? അതിനെ ഒരു ശാസ്ത്ര മേഖലയാക്കി തന്നെ മാറ്റി. ഗ്രിഗർ ജോൺ മെൻഡൽ പറഞ്ഞ നിയമങ്ങളുടെ പേരാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എന്താന്ന് പറയുന്നത്? ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ലോ ഓഫ് ഇൻഹെറിറ്റൻസിൽ എന്താ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ജെനറ്റിക്സ് ഇൻ ദ ഗാർഡൻ, അല്ലേ? കാരണം ഒരു ഗാർഡനിൽ നിന്ന്, ഒരു പൂന്തോട്ടത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന വളരെ വളരെ വലിയൊരു മേഖല ഉണ്ടാകുന്നു, അല്ലേ? ഒരു ഓർഗാനിസത്തെ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒരു ജീവജാലത്തിൽ കൊണ്ടുവരാൻ വരെ പറ്റുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത്? ജെനറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലേ? മനുഷ്യന്മാരിലൊക്കെ ജെനറ്റിക്സ് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ
സാധിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനുഷ്യന്മാരെ വരെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ പറ്റും. അത്രയും വലിയൊരു സംഭവമാണ് ഈ പറയുന്ന ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന വ്യക്തിയിലൂടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ശാസ്ത്ര മേഖലയ്ക്കാണ് തുടക്കമിട്ടത്? ജെനറ്റിക്സിനാണ്. എന്തിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്? ഇമ്പോർട്ടൻ്റ് ആണ്, പീ പ്ലാന്റിലാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് പൈസം സറ്റൈവം. ഓക്കെ, പൈസം സറ്റൈവം എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തോന്നുന്ന ഒരു എക്സാമ്പിളാണ്. അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ കുറേ പയർ ചെടികളുണ്ടായിരുന്നു. ഈ പയർ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം മതി അത് വളർന്ന് കറക്റ്റായി വരാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. മാത്രമല്ല ഇതിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഉയരം കൂടിയ ചെടിയുണ്ട്, ഉയരം കുറഞ്ഞ ചെടിയുണ്ട്. ഈ ഉയരം കൂടിയ ചെടിയിൽ തന്നെ നമുക്ക് റൗണ്ടായിട്ടുള്ള വിത്തുള്ളതുണ്ട്, കുറച്ച് റൗണ്ട് അല്ലാത്ത വിത്തുള്ളതുണ്ട്, ചുവന്ന നിറത്തിലുള്ള വിത്തുള്ള ചെടികളുണ്ട്, മഞ്ഞ നിറത്തിലുള്ള വിത്തുള്ള ചെടികളുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞ കുറച്ച് ചെടികൾ കണ്ടപ്പോൾ ബുദ്ധിയുള്ള അദ്ദേഹം പ്രത്യേകത അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, അതോടൊപ്പം തന്നെ എന്തായിരുന്നു, ഒരു സയൻറ്റിസ്റ്റും ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഉയരമുള്ളൊരു ചെടിയുടെ കുട്ടികളൊക്കെ ഉയരമുള്ള കുട്ടികളായിട്ട് മാറുന്നു, ഉയരം കുറഞ്ഞ ചെടികളുടെ കുട്ടികളൊക്കെ ഉയരം കുറഞ്ഞ കുട്ടികളായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഉയരം കൂടിയ ചെടിയുടെയും ഉയരം കുറഞ്ഞ ചെടിയുടെയും നമ്മൾ പൂമ്പൊടികൾ തമ്മിൽ പോളൻ ഗ്രെയിൻസ് തമ്മിൽ മിക്സ് ചെയ്താൽ ഉണ്ടാകുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ചെടി ഉയരം കൂടിയതായിരിക്കുമോ കുറഞ്ഞതായിരിക്കുമോ? ആർക്കും വരാമെന്നുള്ളൊരു സംശയമാണ്, അല്ലേ? ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് വരാമെന്നുള്ള സംശയമാണ്. അദ്ദേഹത്തിന് ആ സംശയമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റുകളിലൂടെ ചെയ്തത്. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഡിഫറൻ്റ് ആയിട്ടുള്ള 2 സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന പരിപാടിയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഹൈബ്രിഡൈസേഷൻ നടത്തി അദ്ദേഹം എന്ത് ചെയ്യുന്നു? കണ്ടുപിടുത്തങ്ങൾ നടത്തുക. അപ്പോൾ ജെനറ്റിക്സിന് പറഞ്ഞ പിതാവായ ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ന് വിളിക്കുന്ന രാജ്യത്ത് 1822 ജൂലൈ മാസം 20-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. നമുക്കത്ര ഇമ്പോർട്ടൻസ് അല്ല. അദ്ദേഹം ഫിസിക്സ്, മാത്സ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങൾ പഠിച്ച ഒരു വ്യക്തി ആയിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യത്തിലോട്ട് വരാം. 1856 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് പയർ ചെടിയിൽ നടത്താനായിട്ട് തുടങ്ങിയത്. അദ്ദേഹം ഈ പറയുന്ന പയർ ചെടികളുടെ 7ഓളം സ്പെസിഫിക് ആയ ക്യാരക്ടേഴ്സ് എടുത്തു. അതായത് അതിൻ്റെ പൂവിൻ്റെ കളറ്, സീഡിൻ്റെ ഷേപ്പ്, ഉയരം, അങ്ങനെയുള്ള ഏതാണ്ട് 7ഓളം ക്യാരക്ടേഴ്സ് എടുത്തിട്ട് അതിനെ ഓരോന്നിനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇത്തരം എക്സ്പെരിമെൻറ്റുകളിലൂടെ അനലൈസ് ചെയ്തു. അങ്ങനെ ഈ പറയുന്ന എക്സ്പെരിമെൻറ്റുകളുടെയൊക്കെ ഫലമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ലോ ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവരുന്നു. എന്തുകൊണ്ടുവരുന്നു? ലോ ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവരുന്നു. അതായത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ക്യാരക്ടറിനെ ഒരു സ്പെസിഫിക് ആൽഫബറ്റിലൂടെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഉയരം എന്ന് പറയുന്നതിന് നമുക്ക് ടോൾ എന്ന് വിളിക്കാം, ഉയരം കുറഞ്ഞതിന് നമുക്ക് സ്മോൾ ടി എന്ന ലെറ്ററോട് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, റെഡ് സീഡിന് R എന്നും യെല്ലോ സീഡിനെ Y എന്നും റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഓരോ സ്പെസിഫിക് ക്യാരക്ടേഴ്സും. ഈ ഓരോ സ്പെസിഫിക് ക്യാരക്ടേഴ്സും എങ്ങനെയാണ് കുട്ടികളിലേക്ക്, ഓഫ്സ്പ്രിങ്ങുകളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പഠിച്ചത്. അങ്ങനെയാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് രൂപപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ജെനറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഫണ്ടമെൻ്റൽ അടിസ്ഥാനമായിട്ട് മാറിയതും അതിൽ നിന്ന് ഈ ശാസ്ത്രമേഖല ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി 1865 ആസ് യൂഷ്വൽ എന്ത് ചെയ്തു? ആ പറയുന്ന രാജ്യത്തിലെ ഈ പറയുന്ന നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്തു. എപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, അല്ലേ? നമ്മൾ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, പിന്നെ പയർ ചെടിയിൽ നിന്ന് വന്ന എക്സ്പെരിമെൻ്റൊക്കെ വെച്ചിട്ടാണ് ഇതുപോലെയാണ് മനുഷ്യന്മാരുടെയും അല്ലെ ഈ പറയുന്ന ഓർഗാനിസങ്ങളുടെയൊക്കെ ജീന് മാറുന്നത്. അന്ന് ജീനൊന്നും വാക്കൊന്നും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ, ജെനറ്റിക്സ് എന്ന പദമൊന്നുമില്ല. അദ്ദേഹം അതിന് ഫാക്ടേഴ്സ് എന്നാണ് അല്ലെങ്കിൽ അലീലീസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഓഫ് ദ ടൈം ലാർജ്ലി ഇഗ്നോർഡ് മെൻഡൽസ് ഡിസ്കവറി. പല ശാസ്ത്രജ്ഞന്മാർക്കും പറ്റിയ കാര്യം തന്നെയാണ്. ആദ്യം എന്ത് ചെയ്തു? അവർ പറഞ്ഞു എടുത്തുകൊണ്ട് പോടാ, എന്ത് പൊട്ടത്തിനാണ് പറയുന്നതെന്ന്. അങ്ങനെ പറഞ്ഞാണല്ലോ, അദ്ദേഹം ഒരു പുരോഹിതനാണ്, അപ്പോൾ മാന്യമായിട്ട് പറഞ്ഞാണ് അച്ചോ ഈ പറയുന്ന കാര്യം ശരിയല്ല എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവരതിനെ തഴഞ്ഞു. പക്ഷേ പിന്നീട് 1900-കളിൽ 3 സയൻറ്റിസ്റ്റുമാർ, ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക്, ഇതിലെ ടി സൈലൻ്റ് ആണ്, ഷെർമാക് എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റുകൾ ഇതിനെപ്പറ്റി പഠിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജെനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് രൂപപ്പെട്ട് വരുന്നത്. ഓക്കെ, അതായത് 16 years ആഫ്റ്റർ ഹിസ് ഡെത്ത്, അദ്ദേഹം 1884 മരിക്കുകയാണ്. പാവം അല്ലേ? ആലോചിച്ച് നോക്കി, അദ്ദേഹം കണ്ടെത്തിയ കാര്യത്തിൻ്റെ ഗുണം നാടിന് കിട്ടിയെന്ന് അറിയുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചുപോയി. അങ്ങനെ 1884 അദ്ദേഹം മരിച്ചതിന് ശേഷം 1900-ൽ 16 വർഷങ്ങൾക്ക് ശേഷം ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഗോ ഡി വ്രീസും കാൾ കോറൻസും എറിക് വോൺ ഷെർമാക്കും കൂടി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഡിസ്കവറിയെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിലൂടെ എന്ത് ചെയ്തു? ജെനറ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു മേഖല രൂപപ്പെടുകയും ചെയ്തു. ഇത്രയും ഓക്കെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ. നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്. മെൻഡൽ നടത്തിയ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ പരീക്ഷണം എന്തായിരുന്നു? അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ,
നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റിനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, ഫലവത്താവുമെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഉയരം കൂടിയ ഒരു ചെടി. ഈ പീ പ്ലാന്റ് ബൈസെക്ഷൽ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്. അപ്പോൾ ഇത് പരസ്പരം ഇതിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസേഷനൊക്കെ ബേസിക് അറിയാമായിരിക്കുമല്ലോ. ആ പൂമ്പൊടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നു, അതിൻ്റെ ഭാഗമായിട്ട് വിത്ത് ഉണ്ടാകുന്നു, ആ വിത്ത് വീഴുന്നു, ആ വിത്ത് വീണ് എന്തായിട്ട് മാറുന്നു, ചെടിയായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ടോൾ ആയിട്ടുള്ളൊരു ചെടിയെ എടുത്തു. എന്തായിട്ട് എടുത്തു? ഒരു ടോൾ ആയിട്ടുള്ളൊരു ചെടിയെ എടുത്തു. അതുപോലെ ഡോർഫ്, ഉയരം കുറഞ്ഞൊരു ചെടിയെയും എടുത്തു. ടോൾ എന്നതിനെ കാണിക്കാൻ അദ്ദേഹം ടി എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചു. ഉയരം കുറഞ്ഞതിനെ കാണിക്കാൻ അദ്ദേഹം സ്മോൾ ലെറ്റർ ടി എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചു. അപ്പോൾ നോർമലി നമുക്ക് ആർക്കും തോന്നുന്നൊരു കാര്യമാണ്, ഈ ടോൾ ആയിട്ടുള്ള ചെടിയുടെ പൂമ്പൊടി എടുത്തിട്ട് ഡോർഫ് ആയിട്ടുള്ള ചെടിയിലോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും ഇതാണ് അച്ഛനായിട്ട്, അല്ലെങ്കിൽ ഇതാണ് ഒരു പാരൻറ്റ്. അപ്പോൾ ഈ പാരൻറ്റിൻ്റെ കുറേ ഗുണങ്ങൾ സീഡിനുണ്ടാവും, അതുപോലെ ഈ പാരൻറ്റിൻ്റെ കുറച്ച് ഗുണങ്ങളും സീഡിനുണ്ടാവും. അങ്ങനെ സീഡ് ഉണ്ടായി. ആ സീഡിനെ അദ്ദേഹം വളർത്തിയപ്പോൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടായത് എന്താണ്? ടോളായിട്ടുള്ളൊരു ചെടിയാണ്. എന്ത് ചെടിയാണ് ഉണ്ടായത്? ടോളായിട്ടുള്ളൊരു ചെടിയാണ്. അതായത് ഈ ഉയരക്കുറവെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവിടെ എന്ത് ചെയ്തു? അവിടെ മിസ്സിങ് ആയി. ഉയരക്കുറവെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ത് ചെയ്തു? അവിടെ കാണാനില്ല. ഒരു ടോളും ഡോർഫുമായ ചെടിയെ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ക്യാരക്ടർ, ഉയരമെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനെന്ത് വിളിക്കും? മോണോ ഹൈബ്രിഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മോണോ ഹൈബ്രിഡ് എന്ന് വിളിക്കും. ഓക്കെ, മോണോ ഒരെണ്ണം, മോണോ എന്ന് വെച്ചാൽ ഒന്ന്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ മാത്രമാണ് ഇപ്പോൾ പഠിക്കുന്നത്. ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് അതൊന്നും അദ്ദേഹം നോക്കുന്നില്ല. ഒറ്റ ക്യാരക്ടർ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യണം? എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അതിനാണ് മോണോ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉയരം കൂടിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും എടുത്തു. ഉയരം കൂടിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും എടുത്തിട്ട് എന്ത് ചെയ്തു? ഫെർട്ടിലൈസ് ചെയ്തു, അതിനെ ക്രോസ് പോളിനേറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിലൂടെ കിട്ടിയ ചെടിയെ നോക്കിയപ്പോൾ അതെന്താണ്? അത് ഉയരം കൂടിയ ചെടിയാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, അപ്പോൾ ഈ ഉയരം കുറഞ്ഞ കാര്യം എവിടെ പോയി? അല്ലേ, ഉയരം കുറഞ്ഞ കാര്യം എവിടെ പോയി? ഇങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് വന്നത്? സംശയമായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ നിന്നുണ്ടായ രണ്ട് ചെടികൾ, ഓക്കെ, ഒരു വിത്തല്ലല്ലോ ഉണ്ടാവുന്ന, ഉയരം കൂടിയ മറ്റൊരു ചെടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഉണ്ടായ ചെടികളെല്ലാം എന്താണ്? ഉയരം കൂടിയ ചെടികളാണ്. ഒന്നോ രണ്ടോ അല്ല, കുറേ വിത്തിട്ട് ബാക്കി എല്ലാം എന്തായിട്ട് മാറി? ഉയരം കൂടിയ ചെടികളായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ ശരി നമുക്ക് നോക്കാം. ഇങ്ങനെ ഫോം ചെയ്ത ഉയരം കൂടിയ ചെടിയെയും ഉയരം കൂടിയ രണ്ട് ചെടികളുണ്ടല്ലോ, ഇതിനെ എന്ത് ചെയ്തു? പരസ്പരം ക്രോസ് പോളിനേറ്റ് ചെയ്തു. അത് രണ്ട് ചെടിക്കും ഇപ്പോൾ എന്തുണ്ട്? ഉയരമുണ്ട്. അപ്പോൾ നോർമലി ഉണ്ടാകുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് എടുത്തുണ്ടായ സീഡ് വളർന്നു വരുന്ന ചെടി എന്താവണം? ഉയരം കൂടിയതാവണം. പക്ഷേ അദ്ദേഹം കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഉയരം കൂടിയ ചെടിയും ഉയരം കൂടിയ ചെടിയും ഇത് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കൂടാ? ഫസ്റ്റ് ജനറേഷൻ. അതായത് ഇതാണ് പാരൻസ്. അതിലൊന്ന് ഉയരം കൂടിയത്, ഒന്ന് ഉയരം കുറഞ്ഞത്. ഇതിനെ തമ്മിൽ ക്രോസ് പോളിനേറ്റ് ചെയ്തു, മോണോ ഹൈബ്രിഡൈസേഷൻ നടത്തി. അതിൽ ക്രോസ് പോളിനേറ്റ് ചെയ്തു, എന്ത് പറ്റി? സീഡ് ഉണ്ടായി, കുറേ സീഡ് ഉണ്ടായി. അത് നിങ്ങൾ നോക്കണ്ട. ആ സീഡുകളൊക്കെ വളർത്തി വന്നപ്പോൾ എല്ലാം എന്താണ്? ഉയരം കൂടിയ ചെടികളായിട്ടാണ് മാറിയത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എന്നാൽ നമുക്ക് ഇവരെ തമ്മിലൊന്ന് പോളിനേറ്റ് ചെയ്യാം. രണ്ടെണ്ണത്തിന് എടുത്തു, ക്രോസ് പോളിനേറ്റ് ചെയ്തു. കാരണം ക്രോസ് ചെയ്തില്ലെങ്കിൽ സ്വന്തമായിട്ട് സെൽഫ് പോളിനേഷൻ ആകും. അതുകൊണ്ടാണ് ക്രോസ് പോളിനേഷൻ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്രോസ് പോളിനേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഉയരം രണ്ട് ചെടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. അപ്പോൾ കുറേ വിത്തുണ്ടായി. അതിന് നമ്മൾ F2 ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്ന് വിളിക്കും. അവിടെ കൊണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒരു ചെടി വന്നു, അത് ടോളായിട്ട് തന്നെ മാറി. മറ്റൊരു ചെടി വളർന്നു വന്നു, അതും ടോള് തന്നെയായിരുന്നു. മറ്റൊരു ചെടി വളർന്നു വന്നു, അതും ടോള് തന്നെയായിരുന്നു. പക്ഷെ നാലാമതൊരു ചെടി വളർന്നു വന്നു, ആ ചെടി എന്തായിട്ട് മാറി? അത് ഡോർഫായിട്ടാണ് മാറി. ആകെ മെൻ്റലായി. അതെന്ത് പറ്റി? ആദ്യം നോക്കിയപ്പോൾ രണ്ടും ടോളായി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഈ ഡോർഫ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ ഇല്ല, മാഞ്ഞുപോയി. പക്ഷേ രണ്ട് അതിനെ അങ്ങോട്ട് ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോഴോ ടോള് ഒരെണ്ണം എന്തായിട്ട് മാറി? ഡോർഫായിട്ട് മാറി. അപ്പോൾ ഈ ഡോർഫ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഇതിനകത്ത് എവിടെയോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പോൾ മെൻ്റൽ പറഞ്ഞു, ഒരു ചെടി അതെങ്ങനെ വളർന്നു വരണമെന്നുള്ള കാര്യം ഈ പറയുന്ന വിത്തിനകത്ത്, ഈ പറയുന്ന സീഡിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു അല്ലേ? ഒരു വിത്ത് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? വളർന്നു വരുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിത്തിനകത്ത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഉയരം എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അത് തീരുമാനിക്കാൻ എത്ര ഘടകങ്ങളുണ്ട്? 2 ഫാക്ടറുകളുണ്ട്. എത്ര ഫാക്ടറുണ്ട്? 2 ഫാക്ടറാണ്. അതായത് ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളിവിടെ ഹൈറ്റിനെ പറ്റി മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഹൈറ്റ് എന്ന് പറയുന്ന കാര്യത്തിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സീഡിനകത്ത് 2 ഫാക്ടറുകൾ ഉണ്ടാകും. എത്ര ഫാക്ടർ ഉണ്ടാകും? 2 ഫാക്ടറുകൾ ഉണ്ടാകും. അതിലൊന്ന് അച്ഛൻ്റെ നിന്ന് കിട്ടിയതും ഒന്ന് അമ്മയുടെ നിന്ന് കിട്ടിയതും ആയിരിക്കും.
കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ജനറേഷനിൽ ഒരു ടോൾ വരുള്ളൂ, അല്ല ഒരു ഡോർഫ് വരുള്ളൂ. സംഭവം ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ചെടി അതിൻ്റെ വിത്ത് തീരുമാനിക്കുന്ന അനുസരിച്ചാണ് വളർന്നു വരുന്നത്. അതിൽ ഒരു ഗുണം, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഗുണം തീരുമാനിക്കാനായിട്ട് അതിനകത്ത് മിനിമം 2 എണ്ണമെങ്കിലും ഉണ്ടാവണം, 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഇനി അതിലൊന്നെന്ന് പറയുന്നത് ഒരു ഡോമിനൻ്റായ ക്യാരക്ടറായിരിക്കും. എന്തായിരിക്കും? ഡോമിനൻ്റായ ക്യാരക്ടറായിരിക്കും. അതിലൊന്നെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റിസസീവായ ക്യാരക്ടറായിരിക്കും. എന്ന് വെച്ചാൽ ഒന്ന് ഡോമിനൻ്റ്, മറ്റൊന്ന് റിസസീവ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഒരു ഉയരം കൂടിയ ചെടിയും ഒരു ഉയരം കുറഞ്ഞ ചെടിയും തമ്മിൽ ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ കൂടുതൽ എന്ന് പറഞ്ഞ കാര്യം, അതായത് ഇവിടെ നോക്കിയോ, ഒരെണ്ണം ഉയരം കൂടിയ ചെടി, ഒരെണ്ണം ഉയരം കുറഞ്ഞ ചെടി, ഇത് രണ്ടും കൂടെ ചേർന്നൊരു കാര്യം ഉണ്ടായപ്പോൾ അതിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നു, കുറവും ഉണ്ടായിരുന്നു, കൂടുതലും ഉണ്ടായിരുന്നു, കുറവും ഉണ്ടായിരുന്നു. പക്ഷേ ആ പറയുന്ന ചെടിയിൽ എടുത്തു കാണിച്ചത് എന്താണ്? കൂടുതൽ എന്ന ക്യാരക്ടറാണ്. എന്താണ്? കൂടുതൽ എന്ന ക്യാരക്ടറാണ്. ഈ പറയുന്ന കാര്യത്തിനെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്? ഫാക്ടേഴ്സ് എന്ന് വിളിച്ചത്. ഒരു കാര്യം തീരുമാനിക്കാൻ എത്ര ഫാക്ടർ ഉണ്ട്? 2 ഫാക്ടർ ഒരു സീഡിനകത്തുണ്ടാകും. എത്ര ഫാക്ടർ ഒരു സീഡിനകത്തുണ്ടാകും? 2 ഫാക്ടർ ഒരു സീഡിനകത്തുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജനറേഷനിൽ ഒരെണ്ണം ഡോർഫായത്? അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഞാൻ ഒന്ന് വരച്ച് പറഞ്ഞിരുന്നതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഒരു ചെടി ടോള്, ഒരു ചെടി ഡോർഫ്, ഇവരാണ് പാരൻ്റ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു കുട്ടി ഉണ്ടായപ്പോൾ അതിൽ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ടോളും വന്നു, അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഡോർഫും വന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാരൻസിനകത്തും എന്തുണ്ടാകും? 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. കാരണം ഇവർ അച്ഛനും അമ്മയാണല്ലോ ഇവരുണ്ടാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ക്യാരക്ടർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കുട്ടിയിലേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായി. അങ്ങനെ എന്തുണ്ടായി? ഫസ്റ്റ് ജനറേഷനായിട്ടുള്ള F1 ഉണ്ടായി. ഈ F1ൽ ഒരു ക്യാരക്ടറായിട്ടുള്ള ടോൾ എന്ന് പറയുന്നത് എന്താണ്? ഡോമിനൻ്റ് ആണ്. എന്താണ്? ഡോമിനൻ്റ് ആണ്. സ്മോൾ ടി എന്ന് പറയുന്നത് എന്താണ്? റിസസീവ് ആണ്. അതുകൊണ്ട് ഈ ചെടികളെല്ലാം എന്തായിട്ട് മാറി? ടോളായിട്ട് മാറി. എന്തായിട്ട് മാറി? ടോളായിട്ട് മാറി. ഓക്കെ ആണ്. ഇനി ഇങ്ങനെയുള്ള 2 പാരൻറ്റുകളെ എടുത്തു. എന്നിട്ട് ഇവരെ തമ്മിൽ എന്ത് ചെയ്തു? ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിൽ നിന്ന് ഈ ടോളും ഒരു ക്യാരക്ടറായിട്ട് മാറാം, ഈ സ്മോൾ ടി ഒന്നായിട്ട് മാറാം, ഈ ക്യാപിറ്റൽ ടി ഒന്നായിട്ട് മാറാം, ഈ സ്മോൾ ടി ഒന്നായിട്ട് മാറാം. എന്ന് വെച്ചാൽ കുട്ടികളിലോട്ട് പോകുന്ന സമയത്ത്, അതായത് കുട്ടികൾ ഈ പറയുന്ന പോളിനേഷൻ നടക്കുന്ന സമയത്ത് ഇവർ സെപ്പറേറ്റ് ആവും. ഇനി എന്തൊക്കെ സംഭവിക്കാം? ഈ ടോളും തമ്മിൽ ചേരാം. എന്നിട്ട് 2 ടോളായിട്ടുള്ളൊരു കുട്ടി ഉണ്ടാകാം. ഈ ടോളും ഈ ഡോർഫുമായിട്ട് ചേരാം, ടോളും ഡോർഫും ഉണ്ടാവും. അടുത്ത് ഇതും തമ്മിൽ ചേരാം. എന്ത് പറ്റും? സ്മോൾ ടി ക്യാപിറ്റൽ ടി എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടാവും. ഇതും തമ്മിൽ ചേരാം, സ്മോൾ ടി എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടാകും. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടോൾ എന്ന് പറയുന്നതാണ് ഡോമിനൻ്റ്. ടോൾ എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടുത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള സ്വഭാവം. അപ്പോൾ ഈ സ്വഭാവം വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ എടുക്കത്തുള്ളൂ, മറ്റേത് എന്തായി പോകും? റിസസീവായി പോകും. ഇവിടെ ടോളാണ്, രണ്ടും ടോളാണ്. അപ്പോൾ കുട്ടിയായ ചെടി എന്തായിട്ട് മാറും? ടോളായിട്ട് മാറും. ഇവിടെ ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട്. പക്ഷേ ടോൾ ഡോമിനൻ്റ് ആയതുകൊണ്ട് ഇവിടെ എന്താവും? ടോൾ ചെടി ഉണ്ടാവും. ഇവിടെ ആണെങ്കിലോ സ്മോൾ ടി ഉണ്ട്, ക്യാപിറ്റൽ ടി ഉണ്ട്. ക്യാപിറ്റൽ ടി ആണ് ടോൾ, ഉയരമാണ് ഡോമിനൻ്റ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഉയരമുള്ള ചെടി ഉണ്ടായി. പക്ഷേ 4ാമത്തെ ചെടിയിൽ എന്താണ്? ശ്രദ്ധിച്ചായിരുന്നോ? അവിടെ എന്തില്ല? ക്യാപിറ്റൽ ടി ഇല്ല. അവിടെ രണ്ടും എന്താണ്? ആദ്യത്തെ നമ്മുടെ പാരൻറ്റിൻ്റെ ഈ കുട്ടി അല്ലെ ഈ പറയുന്ന സ്വഭാവം ഇവിടെ എന്ത് ചെയ്തു? പ്രതിഫലിച്ചു വന്നു. അപ്പോൾ ഇവിടുത്തെ ഇതെന്തായിട്ട് മാറും? ഡോർഫായിട്ട് മാറും. ഇവിടുത്തെ എന്തായിട്ട് മാറും? ഡോർഫായിട്ട്, ഉയരം കുറഞ്ഞ ചെടിയായിട്ട് മാറും. അപ്പോൾ എന്ത് പറ്റി? പാരൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടികളിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. എന്ത് ചെയ്തു എന്ന് പറയുന്നത്? ഇൻഹെറിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ പാരൻറ്റിൻ്റെ ഗുണങ്ങൾ കുട്ടികളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും. അതിനെയാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് ഒരു പാരൻറ്റിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് എത്ര എണ്ണം കാണും? 2 എണ്ണം കാണും. എത്ര എണ്ണം കാണും? 2 എണ്ണം കാണും. അതിലൊരെണ്ണം അച്ഛൻ്റെ ഭാഗത്തു നിന്ന് കുട്ടിയിലോട്ട് പോകും, ഒരെണ്ണം അമ്മയുടെ ഭാഗത്തു നിന്ന് കുട്ടിയിലോട്ട് പോകും. അപ്പോൾ കുട്ടിയിലും എത്ര എണ്ണം കാണും? 2 ഫാക്ടേഴ്സ് കാണും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ വിചാരിക്കും, ഇതൊരു എക്സാമ്പിൾ എടുത്തോ. ഈ DNA mRNA വായിക്കുകയാണ്. mRNA പോയിട്ട് ഈ പറയുന്ന കുട്ടിയുടെ DNA വായിക്കുകയാണ്, ഉയരം തീരുമാനിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഉയരം തീരുമാനിക്കുന്ന പ്രോട്ടീൻ ഉണ്ടാക്കാൻ പോയപ്പോൾ ഇവിടുത്തെ mRNA പോയിട്ട് എന്ത് ചെയ്തു, DNA എടുത്ത് ചോദിച്ചു എങ്ങനത്തെ ഉയരം ഉണ്ടാക്കണം. അപ്പോൾ ക്യാപിറ്റൽ ടി ഉയരമുണ്ട്, സ്മോൾ ടി ഉയരവും ഉണ്ട് അല്ലേ. അതായത് ഒരു ജീൻ എടുത്തു കഴിഞ്ഞാൽ ആ ജീനിൻ്റെ പകുതി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഉയരവും പകുതി എന്ന് പറയുന്നത് സ്മോൾ ഉയരം കുറവുമാണ്. ഇവിടെയാണ് ആര് വന്നിരിക്കുന്നത്, mRNA വന്നിരിക്കുന്നത്. ആര് വന്നിരിക്കുന്നത്, mRNA വന്നിരിക്കുന്നത്. അപ്പോൾ mRNA ചോദിക്കുന്നത് ഏത് കോഡ് ഞാൻ കോപ്പി ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ടി പറയും ഇവിടെ ഞാനാണ് ഇവിടുത്തെ ഡോമിനൻ്റ്, എൻ്റെ കോഡ് നീ എന്ത് ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കോപ്പി ചെയ്ത് എഴുതി കൊടുക്കും. ഈ mRNA ഇവിടെ കൊണ്ടുപോയി കൊടുക്കും, റൈബോസോമിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ റൈബോസോം ഉണ്ടാക്കുന്ന പ്രോട്ടീനുകളെല്ലാം എന്തായിരിക്കും, ടോളാക്കാനുള്ള പ്രോട്ടീൻ ആയിരിക്കും. അങ്ങനെ ചെടി എന്തായിട്ട് മാറി, ടോളായിട്ട് മാറി. എന്തായിട്ട് മാറി, ടോളായിട്ട് മാറി. ഇനി എന്താ ഇവിടെ പറ്റിയത്, ഇവിടെയും ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി, പാരൻറ്റിന് രണ്ട് സ്വഭാവം ഉണ്ട് അല്ലേ. അത് രണ്ടിലേത് വേണമെങ്കിലും ആകാം, ഇത് ഓപ്ഷൻസ് ആണ്, രണ്ടിലേത് വേണമെങ്കിലും ആകാം. അങ്ങനെ പല രീതിയിൽ ഇത് എന്ത് ചെയ്തു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോമ്പിനേഷൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എല്ലായിടത്തും ക്യാപിറ്റൽ ടി ഉണ്ട്. നേരത്തെ നടന്ന പോലെ തന്നെ എന്ത് പറ്റും, ഡോമിനൻ്റ് ആയിട്ട് ഈ പറയും എൻ്റെ രീതിയിലുള്ള പ്രോട്ടീൻ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്ത് പറ്റി, ഇവിടെ mRNA പോയിട്ട് DNA എടുത്ത് ചോദിച്ചു ഉയരം എങ്ങനെ തീരുമാനിക്കണം. അപ്പോൾ ഉയരം തീരുമാനിക്കുന്ന ജീൻസിനകത്ത് എന്തേ ഉള്ളൂ, 2 സ്മോൾ ടിയേ ഉള്ളൂ. ഒരു പ്രശ്നവുമില്ല. അവർ പറഞ്ഞു നിങ്ങൾ രണ്ടിൽ ഏതെടുത്തുകൊണ്ട് വേണമെങ്കിലും പൊക്കുമെന്ന് പറയും. അപ്പോൾ അതിലൊന്നിന് ആരെടുത്തുകൊണ്ട് പോകും, mRNA എടുത്തുകൊണ്ട് പോയിട്ട് എവിടെ കൊണ്ടു കൊടുക്കും, റൈബോസോമിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ റൈബോസോം എന്തുണ്ടാക്കും, ഉയരം കുറഞ്ഞ പ്രോട്ടീനുകളെ ഉണ്ടാക്കും. സോ ചെടി എന്തായിട്ട് മാറും, ഉയരം കുറഞ്ഞ ചെടിയായിട്ട് മാറും. ഇതാണ് പ്രോസസ്സ്. ഇത് ഞാൻ എൻ്റെ രീതി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. കുറച്ച് പേർക്ക് മനസ്സിലായി കാണും, കുറച്ച് പേർക്ക് അത് മനസ്സിലായി കാണണമെന്നില്ല. അപ്പോൾ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പറയുന്നത് എന്താണ്, എ പെയർ ഓഫ് ഫാക്ടേഴ്സ് കൺട്രോൾ ഈച്ച് ക്യാരക്ടേഴ്സ്. ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാനായിട്ട് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ സിമ്പലുകളിലൂടെ റെപ്രസെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, 1 2 1 2 രണ്ടെണ്ണം. ദീസ് ഫാക്ടേഴ്സ് ആർ നോൺ ആസ് ജീൻസ്. ഇതിനെയാണ് ഇന്നത്തെ കാലത്ത് എന്തെന്ന് വിളിക്കുന്നത്, ജീൻ എന്ന് വിളിക്കുന്നത്. അതാണ് ഞാനിവിടെ പറഞ്ഞതല്ലേ, ഇതുണ്ടാക്കാൻ നേരത്തുള്ള ജീൻ അത് തന്നെയാണ് മെൻ്റൽ എന്തെന്ന് വിളിച്ചത്, ഫാക്ടർ എന്ന് വിളിച്ചത്. ഓക്കെ, ഇത് വെച്ചാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കിയത്. എക്സ്പെരിമെൻ്റ് എന്താണ്, അദ്ദേഹം ആദ്യം ചെയ്തത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. അതായത് എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ജനറ്റിക് ക്രോസ് ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ് ഫോക്കസിങ് ഓൺ 1 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ അല്ലേ. ടോളും ഷോർട്ടും അതുപോലെയുള്ള വ്യത്യസ്തമായ 2 ക്യാരക്ടേഴ്സുള്ള ചെടികളെ തമ്മിൽ ക്രോസ് പോളിനേറ്റ് ചെയ്യുന്നതിനാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താ ചെയ്തത്, അദ്ദേഹം ആദ്യം എന്ത് ചെയ്തു, ടോളായ ഒരു ചെടിയെയും ഡോർഫായ ഒരു ചെടിയെയും കൂട്ടിച്ചേർത്തു. അതിൽ ഒന്നാമത്തെ ജനറേഷൻ ഉണ്ടായതെല്ലാം എന്തായിരുന്നു, ടോളായിരുന്നു. എന്നാൽ ഇവരെ വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇവരെ വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി, F2 ജനറേഷൻ ഉണ്ടായി. ഈ F2 ജനറേഷനിൽ എന്താ പറ്റിയത്, അതിലെ 3 എണ്ണം ടോളും 1 എണ്ണം ഡോർഫുമായിട്ട് മാറി. സോ അവിടെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 എന്തായിട്ട് മാറി, 3:1 ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ, ഇതാണ് സംഭവം. അതിൽ അദ്ദേഹത്തിന് എന്ത് കൺക്ലൂഷനാണ് കിട്ടിയത്, അദ്ദേഹം പറഞ്ഞു ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഫ്രം ദ പാരൻസ് ടു ദ ഓഫ്സ്പ്രിങ്സ് ത്രൂ ഫാക്ടേഴ്സ് അല്ലെ. അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം കുട്ടികളിലോട്ട് മാറുന്ന എന്തിലൂടെയാണ്, ഫാക്ടറുകളിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എന്ത് വിളിച്ചു, ജീനുകളിലൂടെയാണെന്ന് പറഞ്ഞു. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്, ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു ജീനിനകത്ത് ക്യാരക്ടർ തീരുമാനിക്കുന്ന 2 ഫാക്ടേഴ്സ്, അതിന് അദ്ദേഹം മറ്റൊരു പേര് പറഞ്ഞു അലീലീസ്. ഓക്കെ, എന്താണ് അലീലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഒരു ജീനിനകത്ത് എത്ര അലീലി ഉണ്ടാവും, 2 അലീലി ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജീനിനകത്ത് 2 അലീലി ഉണ്ടാവും. ടോൾ എന്ന് പറയുന്ന ഒരു അലീലിയും കാണും, ഡോർഫ് എന്ന് പറയുന്ന ഒരു അലീലിയും കാണും. അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കാം, ടോൾ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കാം, ഡോർഫ് ആയിരിക്കാം. ഈ 2 ഇതിനെയാണ് അലീലി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇത് 2നെയാണ് എന്ത് വിളിക്കുന്നത്, ഒരു ജീനിനകത്തുള്ള അലീലി അല്ലെങ്കിൽ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. പ്ലാന്റിൻ്റെ നമുക്ക് ടി എന്ന് പറയുന്ന ഒരു അലീലി, സ്മോൾ ടി എന്ന് പറയുന്ന മറ്റൊരു അലീലി, അതിലൊന്ന് ഡോമിനൻ്റ് ആയിരിക്കും, ഒന്ന് റിസസീവ് ആയിരിക്കും. അങ്ങനെ ടോളാണെങ്കിൽ ചെടി ടോളായിട്ട് മാറും, ടോളാണ് ഡോമിനൻ്റ് എങ്കിൽ അത് ടോളായിട്ട് മാറും. അങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗുണമുണ്ടല്ലോ, അതിനെയാണ് ആ ചെടിയുടെ ഫീനോടൈപ്പ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഉയരം കൂടിയ ചെടി എന്ന് നമ്മളൊരു ചെടിയെ വിളിച്ചാൽ അതിൻ്റെ ഉയരം കൂടിയത് കൊണ്ടാണല്ലോ അതിന് ഉയരം കൂടിയ ചെടി എന്ന് വിളിച്ചത്. അപ്പോൾ ആ ഉയരം കൂടുതൽ എന്നുള്ളതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉള്ള ഒരു ഫീനോടൈപ്പ് ഉണ്ടാകാൻ കാരണമായ ജനറ്റിക്കൽ കോഡ് ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ ജീനോടൈപ്പ് എന്ന് വിളിക്കും. അതായത് ഒരുത്തൻ്റെ ജീൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവൻ എന്തായത്, ഇങ്ങനെ ഒരു ഓർഗാനിസമായിട്ട് മാറിയത് അല്ലേ. ഒരു പീ പ്ലാന്റിൻ്റെ ജീൻ എന്ന് പറയുന്നതിനകത്ത് ക്യാപിറ്റൽ ടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് എന്തായിട്ട് മാറിയത്, ടോളായ ചെടിയായിട്ട് മാറിയത്. അപ്പോൾ ടോൾ എന്ന് പറയുന്ന ചെടി അതിൻ്റെ ഫീനോടൈപ്പ് എന്ന് നമ്മൾ പറയും, അതിന് കാരണമായ ജീനെ നമ്മൾ അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയും. ഇങ്ങനെയാണ് മെൻ്റലിൻ്റെ പോസ്റ്റുലേറ്റ് പറയുന്നത്. അപ്പോൾ എന്താ മെൻ്റൽ പറഞ്ഞത്, ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ട്രൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സാണ്. അങ്ങനെ കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ സമയത്ത് ഒന്നെന്ന് പറയുന്നത് എന്തായിരിക്കും,
നമ്മളെ രീതിയിൽ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. മറ്റൊന്ന് പറയുന്നത് എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നപ്പോൾ ക്യാപിറ്റൽ ടി പ്രതിഫലിച്ചു, സ്മോൾ ടി അടഞ്ഞു. ഇനി അങ്ങനെ അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടർ, അതിനകത്ത് പുറത്ത് കാണപ്പെടുന്ന ക്യാരക്ടറിന് ഡോമിനൻ്റ് ട്രൈറ്റ് എന്നും അതിൽ പുറത്ത് കാണാത്തതിനെ റിസസീവ് ട്രൈറ്റ് എന്നും വിളിച്ചു. ദ ട്രൈറ്റ് ഹിഡൻ ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ റീഅപ്പിയേഴ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. ഇനി ഫസ്റ്റ് ജനറേഷനിൽ ഡോമിനൻ്റ് റിസസീവ് കാണാതായി പോയി എന്ത് പറ്റി? ഉയരക്കുറവെന്ന് പറയുന്നത് തൊട്ടടുത്ത ജനറേഷനിൽ എന്ത് ചെയ്തു? എക്സ്പ്രസ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടുകളാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻ ദ ട്രൈറ്റ് ഗെറ്റ് സെപ്പറേറ്റഡ് വിത്തൗട്ട് മിക്സിങ്. ഇതെന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ, ഞാൻ പറഞ്ഞില്ല ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും ഉണ്ടായിരുന്നു. ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 ജനറേഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ടി എന്ന് പറയുന്നതും സ്മോൾ ടി എന്ന് പറയുന്നതും ടി എന്ന് പറയുന്നത് സ്മോൾ ടി എന്ന് പറയുന്നത് എന്താവും? സെപ്പറേറ്റ് ആവും. എന്നതാവും? സെപ്പറേറ്റ് ആവും. ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ പോകുന്ന സമയത്ത്. എന്നിട്ട് ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പരസ്പരം കൂടിച്ചേരുന്നത്. ഇതാണ് ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ചെടികളുടെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 3:1 ആയിരിക്കും. എന്തായിരിക്കും? 3:1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അതുപോലെ നോക്കാം. മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്താ പറഞ്ഞത്? മെൻഡൽ എന്ത് ചെയ്തു? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് നടത്തി സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തു. ഇതിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇതിനാണ് എന്ത് പറയുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഹൈറ്റ് എടുത്തു. എന്ത് പറ്റി? ടോൾ ആയിട്ടുള്ളൊരു ചെടി, ഡോർഫ് ആയിട്ടുള്ളൊരു ചെടി, ഇവരെ പരസ്പരം എന്ത് ചെയ്തു? ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ടോളായിട്ട് മാറി. അങ്ങനെ ടോളായിട്ട് മാറിയതിന് നമ്മൾ എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരുപോലത്തെ ചെടി, ഒന്നുകിൽ രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ ഇതിൻ്റെ പൂവെടുത്ത് ഇവിടെ തന്നെ കൊടുത്തു, കാരണം ഇത് ബൈസെക്ഷൽ ആണല്ലോ. അല്ലെങ്കിൽ ഒരേപോലത്തെ രണ്ട് ചെടികൾ ക്രോസ് പോളിനേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമ്മൾ വിചാരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 2 സെറ്റ് ഓഫ് ചെടികൾ കിട്ടി. അതിൽ ഒരു സെറ്റ് ഓഫ് ചെടികൾ എന്ന് പറയുന്നത് എല്ലാം ടോളായിട്ട് മാറി, കുറച്ചെണ്ണം എന്തായിട്ട് മാറി? ഡോർഫായിട്ടും മാറി. എന്തായിട്ട് മാറി? ഡോർഫായിട്ടും മാറി. അത് നോക്കിയേ, നോക്കി ദെയർ മസ്റ്റ് ബി. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ദെയർ മസ്റ്റ് ബി സർട്ടൻ ഫാക്ടേഴ്സ് വിത്തിൻ ദ സീഡ് ദാറ്റ് കൺട്രോൾ ദ ട്രൈറ്റ്. അല്ലേ, ഉയരം കൺട്രോൾ ചെയ്യാൻ എന്തോ ഒരു സാധനം സീഡിനകത്തുണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് എന്ത് പറ്റിയത്? ഉയരം കുറഞ്ഞതുമായിട്ടൊക്കെ മാറിയത്. ഓക്കെ, അതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ നോക്കി, ടു ഫൈൻഡ് ഔട്ട് വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ്. അല്ലേ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇവിടെ F2 ജനറേഷനെ സെൽഫ് പോളിനേറ്റ് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ പരീക്ഷയ്ക്ക് ചോദിക്കും എത്രയാണ്? 3:1 എന്ന റേഷ്യോയിലാണ് കിട്ടിയത്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഫാക്ടറുകൾ എന്ന കൺക്ലൂഷനിൽ എത്തിയത്. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് PPT വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതായത് എന്തായിരിക്കും? ഒരു കാര്യം തീരുമാനിക്കപ്പെടുന്നത് എപ്പോഴും എന്തിലൊക്കെയായിരിക്കും? ഫാക്ടേഴ്സിലൂടെ ആയിരിക്കും. ഫാക്ടേഴ്സ് എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്. അത് ന്യൂക്ലിയസിനകത്ത് ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. ഈ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ദ ജീൻസ് ആർ കോൾഡ് അലീൽസ്. അല്ലേ, ഒരു ജീനിനകത്ത് കാണുന്ന വ്യത്യസ്തമായ 2 ഫാക്ടേഴ്സിനെ അലീലുകൾ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ 2 അലീലുകളാണുള്ളത്. അങ്ങനെ ഫീനോടൈപ്പ് എന്താണ്, ജീനോടൈപ്പ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് തന്നു. എന്നാലും ആദ്യം ഉയരം കൂടിയ 2 പാരൻസിനെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ പോളിനേറ്റ് ചെയ്തു. അപ്പോൾ ഉയരം കൂടിയ ഒരു ഗ്യാമേറ്റ്. ഇവിടെ നിങ്ങൾ ചോദിക്കും, നമ്മൾ ഇവിടെ ചെയ്ത പോലെ എന്താ സാറേ ഈ 2 എടുത്ത് ചെയ്യാം, അതല്ല ഇങ്ങനെ 4 എണ്ണം വരയ്ക്കാതെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല. നോക്കടാ, ഇവിടുന്ന് 2 ഫാക്ടറുകളും ടോളാണ്. അപ്പോൾ ഈ 2 ഫാക്ടറുകൾ സെപ്പറേറ്റ് ആയിട്ട് വന്നാലും 2 ടോളല്ലേ. അപ്പോൾ ഇതിനെ ഇങ്ങനെ 4 ആയിട്ട് വരയ്ക്കേണ്ട കാര്യമൊന്നും അവിടെ വരുന്നില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇവിടെ ഒരെണ്ണം എടുത്തേക്കുന്നത്. ഒരു ഫാക്ടർ ഇതാണ്. ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് 2 ഫാക്ടറുകൾ ഉണ്ടെങ്കിലും അത് പരസ്പരം സെപ്പറേറ്റ് ആകുന്നു. അതിൽ ഒന്ന് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, മറ്റൊന്ന് കാണിക്കാത്തത് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതൊരു ടോൾ ഫാക്ടർ, ഇതൊരു ഡോർ ഫാക്ടർ. പരസ്പരം കൂടിച്ചേർന്നു. കുട്ടിയിൽ 2 ഫാക്ടർ കിട്ടി. അച്ഛൻ്റെ ടോളും കിട്ടി, അമ്മയുടെ ഡോർഫും കിട്ടി. പക്ഷേ ടോൾ എന്ന് പറയുന്ന ഡോമിനൻ്റ് ആയതുകൊണ്ട് കുട്ടി എന്തായി? ടോളായി. അടുത്ത് എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തു. സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പം ഇതുപോലത്തെ 2 എണ്ണം അല്ലേ, ടോളും ഡോർഫും ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇത് ടോള്, ഇത് ഡോർഫ് അല്ലേ, ഇത് 2 അല്ലേ. ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഫാക്ടറുകൾ എന്തായി? സെപ്പറേറ്റ് ആയി എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ടോള്, ഡോർഫ്. ഇവിടെ എന്തായിരിക്കും? ടോള്, ഡോർഫ്. ടോളും തമ്മിൽ ചേർന്നു. F1 ജനറേഷനിൽ ടോളായി. ടോളും ഡോർഫും തമ്മിൽ ചേർന്നു. ഡോർഫായി. ഡോർഫും ഇത് കൂടി ചേരുമ്പോൾ എന്തായി? സ്മോൾ ടി ക്യാപിറ്റൽ ടി ആവും. ഇവിടെ എന്ത് പറ്റി? 2 സ്മോൾ ടിയും കൂടി ചേർന്നിട്ട് സ്മോൾ ടി ആവും. ഇത് ടോളായി, ഇത് ടോളായി, ഇതും ടോളായി. പക്ഷേ ഇതെന്തായി? ഡോർഫായിട്ട് മാറി. സോ ഇതാണ് കാര്യം. അങ്ങനെയാണ് മെൻഡലിൻ്റെ പോസ്റ്റുലേറ്റുകൾ മെൻഡൽ പറഞ്ഞത്. ഒരു ഗുണത്തെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അച്ഛൻ ഉണ്ട്, അമ്മയുണ്ട്.
അച്ഛൻ്റെ ഒരു ഗുണം കിട്ടി, അമ്മയുടെ ഒരു ഗുണം കിട്ടി. സോ ഒരു ജീനിനകത്ത് 2 ഗുണങ്ങളുണ്ട്. ഈ 2 ഗുണങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഈ ഗുണത്തിൽ ഒരു ഗുണമായിരിക്കും മിക്കവാറും എന്ത് കാണുന്നത്? കുട്ടിയിൽ കാണുന്നത്. മിക്കവാറും ഒരു ഗുണമായിരിക്കും എന്ത് കാണുന്നത്? കുട്ടിയിൽ കാണുന്നത്. ആ ഗുണത്തിനെയാണ് ഡോമിനൻ്റ് ആയ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു ഗുണം മിസ്സായി പോയില്ലേ, അതിനെയാണ് റിസസീവായ ഗുണമെന്ന് പറയുന്നത്. ഓക്കെ, ചെടികളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് പോളിനേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യന് സെൽഫ് പോളിനേഷൻ ഇല്ല, നമ്മൾ ബൈസെക്ഷൽ അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ പറയുന്ന ചെടികൾ വീണ്ടും നമ്മൾ ചെയ്തപ്പോൾ എന്ത് പറ്റി? ഒരേ ട്രൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയപ്പോഴാണ് 3:1 റേഷ്യോയിൽ നമുക്ക് എന്ത് കിട്ടിയത്? F2 ജനറേഷൻ കിട്ടിയത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പോസ്റ്റ്ലേറ്റ്സ് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞു, ഒന്ന് ഡോമിനൻ്റ്, ഒന്ന് റിസസീവ്. ക്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഇത് സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോളിനേഷൻ നടക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 3:1 കിട്ടും. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ഇതേ ഇപ്പോൾ ഇവിടെ മോണോ ഹൈബ്രിഡാണ് നമ്മൾ ചെയ്തത്. ഒറ്റ ഹൈബ്രിഡൈസേഷനാണ് ചെയ്തത്. ഒരു ഫാക്ടറി അടുത്ത്. തൊട്ടടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു? 2 ഫാക്ടറികൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. എത്ര ഫാക്ടറികളെ കൂട്ടിച്ചേർത്തു? 2 ഫാക്ടറികളെ കൂട്ടിച്ചേർത്തു. അപ്പോൾ 2 ഫാക്ടറി കൂട്ടിച്ചേർത്തപ്പോൾ എന്താ പറ്റിയെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. 2 ഫാക്ടറികളെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും മെൻ്റൽ ആൻഡ് പോസ്റ്റ്ലേറ്റ്സുകൾ തീർന്നതും ഇനി നോൺ മെൻ്റലി ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്തായി? പിന്നെ വേരിയേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പഠിക്കും. അങ്ങനെ വേരിയേഷൻ എന്താണെന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാപ്റ്റർ തീരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.